പറയുന്നതൊക്കെ എൻ്റെ പാരൻസ് യോജിക്കും. എൻ്റെ പാരൻസ് യോജിക്കാതെ ഒരു കാര്യം ഞാൻ പറയില്ല. കാരണം ഇപ്പം എൻ്റെ ഇന്നറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും കൃത്യം കറക്റ്റ് ചെയ്യും. ദൈവം അത് പറഞ്ഞാൽ ശരിയായില്ല, അതങ്ങനെ പറയരുത്. അവരോട് എന്താണ് പറയാനുള്ളത്? ക്യാമറ നോക്കി പറഞ്ഞു എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പോപ്പുലറായി. താങ്ക് യു. ഈ കൊച്ചിത് എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തൊരു അഹങ്കാരാണ് ഈ കുട്ടിക്ക്. അതിന്റെ കൂട്ടത്തിൽ കൂടാനും പാരന്റ്സ് അങ്ങ് വളം വെച്ച് കൊടുത്തേക്കുവാണ്. ഇങ്ങനെയൊക്കെ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന കുട്ടികളോ വളരെ മോശം. നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇതേപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പൊ നാട്ടുകാരുടെ ഒക്കെ കണ്ടുപിടുത്തങ്ങൾ എന്താണ്? ദേവനന്ദയെ വളർത്തുന്ന രീതി ശരിയല്ല, അച്ഛന്റെ അമ്മേന്റെ പാരന്റിങ്ങിനാണ് മൊത്തം കുറ്റം. അതുപോലെ തന്നെ വലിയ വർത്താനങ്ങൾ ചെറിയ വായിൽ പറയുന്നു. എന്തൊക്കെയാണിത്? തള്ള വൈബ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഒരു കുട്ടി എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഒരു കുട്ടി കുട്ടിയായിട്ടിരിക്കണം, ഒന്നിന് റിയാക്ട് ചെയ്തത് എന്ത് ചോദിച്ചാലും ചിരിക്കണം, അതിന് എന്തെന്ന് അറിയില്ലാത്ത ഉത്തരങ്ങൾ പറയണം, അങ്ങനെയാണ്. അത്രയ്ക്കും ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ദേവനന്ദ. ഇപ്പൊ ഉള്ള കുട്ടികളെല്ലാം നല്ല സ്മാർട്ടാണ്. പിന്നീട് ഓവർ സ്മാർട്ട് ആവുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം സൊസൈറ്റി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരട്ടെ. ദേവനന്ദയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാളികപ്പുറം സിനിമയില് നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള കുട്ടിയാണ് ദേവനന്ദ. ഇപ്പോ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. കാലം മാറി ഇത്തിരി. ഞാനാണോ മുതിർന്നത്, ഇവളാണോ മുതിർന്നത്? ദേവനന്ദയുടെ ഇന്റർവ്യൂവിൽ അതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിച്ചു തരാം. വല്യമ്മായി ആദ്യം സ്കൂളിൽ പോയി ബേസിക് എഡ്യൂക്കേഷൻ എടുക്ക്. ഇത് കുട്ടിയല്ല അമ്മച്ചി. ചെറിയ പ്രായത്തിൽ ഹേറ്റേഴ്സ് ഉണ്ടാക്കിയ തള്ള വൈബുള്ള കുട്ടി. ആ കുട്ടിയെ ഒന്നും തന്നെ പറയണ്ട, വളർത്തിയതിന്റെ തെറ്റാണ്. കുട്ടി ഇതിൽ എന്ത് ചെയ്യാനാകും? ഓവർ അഹങ്കാരം കുറച്ചാൽ മതി എന്നിങ്ങനെ നീളുന്ന കമന്റുകളാണ് ആ ഒരു കൊച്ചുകുട്ടിയുടെ ഇന്റർവ്യൂ എടുത്തതിന്റെ താഴെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കൊച്ചുകുട്ടീന്റെ അറിവിന്റെ അത്രയും പോലും അറിവില്ലാത്തവരാണ് ഇങ്ങനെയുള്ള കമന്റ്സ് താഴെ എഴുതി വിടുന്നതെന്നാണ്. അച്ഛനാണോ അമ്മയാണോ ദേവുവിന്റെ സൂപ്പർ ഹീറോ? അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഒരു കൊച്ചിന്റെ അടുത്ത്. അതെന്താ? ഇപ്പൊ അച്ഛനുള്ളതുകൊണ്ടാണ് എന്റെ ഷൂട്ടിങ്ങും ഇങ്ങനെ പ്രോഗ്രാമിന് വരുന്നത് നടക്കുന്നത്. അമ്മയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. അമ്മയും അമ്മമ്മയും കാരണമാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, നോട്ട്സ് എഴുതി തീർക്കാൻ പറ്റുന്നത്, ക്ലാസ്സിൽ പോകാൻ പറ്റുന്നത്. അച്ഛനുണ്ടെങ്കിലേ സിനിമയുടെ കാര്യങ്ങൾ നടക്കുള്ളൂ, അമ്മ ഉണ്ടെങ്കിലേ പഠിത്തം നടക്കുള്ളൂ. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ചൂസ് ചെയ്യാം. ആ കുട്ടിയുടെ രീതിയിൽ ആ കുട്ടി മെച്ചുവേർഡ് ആയിട്ടുള്ള മറുപടികൾ പറയുന്നു. അത് വളരെ നല്ല കാര്യം തന്നെ. അല്ലാതെ അവിടെ ഓവർ ക്യൂട്ട്നെസ് ഇട്ട് ചിരിച്ച് കളിച്ച് ഇന്ന് പറയുന്നില്ല. ആ കുട്ടിയുടെ മനസ്സിൽ അപ്പോൾ എന്താണോ തോന്നുന്നത് അതാണ് ആ കുട്ടി പറയുന്നത്. ബൈഹാർട്ട് ചെയ്തിട്ട് പോലുമല്ല. അതല്ലാതെ ചെറിയ കുട്ടിയുടെ വർത്താനം മാത്രം പറഞ്ഞാൽ മതി എന്ന് വാശി പിടിക്കുന്നത് തന്നെയാണ് തെറ്റ്. ഇപ്പൊ ഈ ഓണം സെലിബ്രേഷൻ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ആങ്കർ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ വളരെ ചിരിച്ചു കുഴഞ്ഞു മറിഞ്ഞാണ് ഉത്തരം കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള ഉത്തരങ്ങളുമാണോ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്? സ്നേഹ ചേച്ചിയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ശരീരഭാഗം പറയാൻ പറ്റില്ല. അസ്ഥാനത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിന് റിയാക്ട് ചെയ്യാതെ ഇരുന്ന് പൊട്ടിച്ചിരിച്ചു കൊടുക്കുന്നവരുണ്ട്. ഈ കമന്റ് ഇട്ടവരിലൊക്കെ അമ്മമാരും ഉണ്ടാകാം, അച്ഛന്മാരും ഉണ്ടാകാം. നമ്മുടെ എല്ലാം മക്കൾ എത്രമാത്രം പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് വേറൊരു കുട്ടിയെയും അവരുടെ പാരന്റ്സിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെ ഈ കമന്റ്സ് ഇട്ട് എത്ര പേർക്ക് എന്റെ കുട്ടി 100% പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ വേണ്ടിട്ട് പറ്റും? കുട്ടിയെ ആ കുട്ടിയുടെ വഴിക്ക് വിടുക. ആ കുട്ടിയുടെ ഇന്റർവ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ഇരുന്ന് കാണുക, കമന്റ്സ് ഇട്ടോളൂ. പക്ഷെ അതും ഒരു കുഞ്ഞു ഹൃദയത്തെ തകർക്കുന്ന രീതിയിലുള്ള ബാഡ് കമന്റ്സ് ഇടാതെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ പറയുന്നുണ്ട് അത് തള്ള വൈബാണ് എന്ന്. എങ്കിൽ തള്ള വൈബ് ഉള്ളവരാണല്ലോ താഴെ വന്ന് ഈ കമന്റ് ഇടുന്നത്. ആ തള്ള വൈബ് ഉള്ളവര് നല്ല രീതിയിൽ ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ഇടുക. അതൊരു കുഞ്ഞു ഹൃദയമാണ്. ആ കുഞ്ഞു ഹൃദയത്തിന് നോവാതിരിക്കാനുള്ള നല്ല നല്ല കമന്റ്സ് ഇട്ട് കൊടുക്കുക. ദേവനന്ദയ്ക്ക് ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. മലയാള സിനിമയ്ക്ക് നല്ലൊരു വാഗ്ദാനമായിട്ട് ദേവനന്ദ മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും ദേവനന്ദനെ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓൾ ദ ബെസ്റ്റ് ദേവനന്ദ.